ഒരു വീഡിയോ എനിക്ക് ഒരാൾ കൊണ്ടൊന്ന് ഷെയർ ചെയ്തിട്ടു. ഞാൻ പുള്ളിയെ കണ്ടെത്തിയത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളെ കണ്ടെത്തിയിട്ട് ഞാനൊന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. പുള്ളി എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. യൂട്യൂബർ ഈ വാർത്ത വരാതിരിക്കാൻ എന്നോട് 2 ലക്ഷം രൂപ ചോദിച്ചു. ഉദയഗിരിജ വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മുൻപെടുത്തൊരിതാണ്. മലനാട് TV ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇതിവൃത്തം 9-ാം തീയതി എൻ്റെ വിവാഹമായിരുന്നു. സെക്കൻഡ് മാരേജ് ആയിരുന്നു. എൻ്റെ മക്കളായിട്ട് അടുത്ത് ചോദിച്ചു, അല്ലെങ്കിൽ കുറച്ച് വോയിസ് പുറത്ത് വിടുമെന്ന് പറഞ്ഞു. അപ്പം അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താ വേണം. അതെന്താണ് ഈ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും കൂടെ നീ വ്യക്തമാക്കണം തള്ളേ. എടി, നീ കുറേ ദിവസമായിട്ട് വൃത്തികേട് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്, മനസ്സിലായ? എന്ത് പേഴ്സണൽ വിഷയമാണ് വ്യക്തമായി പറയാം. ഞാനത് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി എന്തോ മീറ്റിങ്ങിലാണെന്നാണ് കേട്ടത്. അപ്പം എനിക്ക് ഈ സബ്ജക്റ്റും കൊണ്ട് ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം. അജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ സമീപിച്ചിരുന്നു. അതിൻ്റെ കാരണം, അജിത സ്ഥിരമായിട്ട് എന്നെ കാണുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഗിരിജയ്ക്ക് വേണ്ടിയിട്ട് ഫേവർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. അതായത് ഇവർ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടാമതൊരു വിവാഹം നടത്തിയതിൻ്റെ പേരിൽ ഭയങ്കര സൈബർ ബുള്ളിങ് ഇവർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ അവർ സൈബർ ബുള്ളി ചെയ്യുന്നേ? അവരുടെ ഏജിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? നല്ല കാര്യമല്ലേ. അവർ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ഒരു തെറ്റുമില്ല. പിന്നെ അവരൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, സക്സസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് അതിനകത്ത് അവരോട് റെസ്പെക്റ്റേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നത്. ഇത് അജിതകുമാരിക്ക് വിഷമുണ്ടാക്കി. അജിതകുമാരി പറഞ്ഞു, അത് ചേച്ചി അങ്ങനെ പറയരുത്, ചേച്ചിക്ക് അവരുടെ കഥ അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ ഭർത്താവിനെയാണ് ഇപ്പോൾ അവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ഭർത്താവായി അയാൾ എൻ്റെ ഒപ്പം താമസിക്കുക മാത്രമല്ല, എൻ്റെ നിന്ന് 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുമുണ്ട് അയാൾ. ഈ വിഷയം ഈ പറയുന്ന ഉദയഗിരിജയുടെ അടുത്ത് അജിതകുമാരി സംസാരിച്ചിട്ടുമുണ്ട്. അവരിൽ എൻ്റെ റെക്കോർഡും ഉണ്ട്. ഞാൻ ഇതൊക്കെ 1 by 1 ആയിട്ട് ഒരുപാട് വീഡിയോസിൽ ഇത് പബ്ലിഷിങ് ചെയ്ത കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് ഇറങ്ങുന്നത്? ഇപ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരെ സംഘടിപ്പിച്ച് എന്നെ ഒരു തട്ടിപ്പുകാരിയാക്കി ചിത്രീകരിക്കാൻ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഈ റാസ്കൽ തള്ള മെനക്കെട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇവളുമാരുടെയൊക്കെ തട്ടിപ്പ് നമ്മൾ പുറത്തു പറയാതിരിക്കാൻ നമ്മളെ തട്ടിപ്പുകാരിയാക്കി ഈസിയാണല്ലോ. 2 ലക്ഷം രൂപ ഇവളുടെ അടുത്ത് ഞാൻ ചോദിച്ചോ? ഞാൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അജിതകുമാരി ഇങ്ങനെ ഒരു കാര്യം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അജിതകുമാരിയെ അറിയില്ല. പക്ഷെ ഈ സ്ത്രീ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും ഇവരുടെ ടൈം ലൈനും ഒക്കെ നോക്കിയ ശേഷമാണ് ഞാൻ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടും അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിത് ചെയ്തില്ല എങ്കിൽ ആ സ്ത്രീ അത് പബ്ലിഷ് ചെയ്യും. അവരുടെ വോയിസ് ഞാനും പബ്ലിഷ് ചെയ്യും. 3 മാസം ഏറിപ്പോകും. എന്തിനാണ് ആ പ്രശ്നത്തിന് പോകുന്നത്? ആ പണം അങ്ങ് കൊടുത്ത് സെറ്റിൽ ചെയ്യാനാണ് പറഞ്ഞത്. എടി, നിന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് എനിക്ക് ജീവിക്കണ്ട, മനസ്സിലായോടി? ഞാൻ നിന്നെ പോലെ പിച്ചെടുത്ത് ജീവിക്കുന്ന സ്ത്രീയല്ല. ആളുകളെ നോക്കാനെന്ന വ്യാജന നീ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ CWC റെയ്ഡ് എന്തിനു നടന്നു? ഇപ്പൊ ഷെഫീനെയാണ് കുഴപ്പമെങ്കിൽ, അല്ലെങ്കിൽ ഷെഫീനെയാണ് പണം വാങ്ങിച്ച് ഇത് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ നിന്നെ നശിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുന്നെങ്കിൽ ഞാനാണോ CWC അധികാരികൾ? അവരവിടെ വന്ന് അവർക്ക് കൃത്യം ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. കുഞ്ഞുങ്ങളുടെ മടിയിൽ, അതായത് കുഞ്ഞുങ്ങളുടെ വജൈനയിലേക്ക് മുളകുപൊടി ഇട്ട് പണിഷ്മെന്റ് കൊടുക്കാൻ നീ എന്താ ഡെവിളാണോ? ഇത്രയും വൾഗറായ സ്ത്രീ ഇതിപ്പോ 1-2 വട്ടമല്ല, പല വീഡിയോസിലും ഞാൻ കണ്ടിരുന്നു. പലയിടത്തും ഈ തള്ള ഇതിന് പറഞ്ഞു, എൻ്റെ അടുത്ത് 2 ലക്ഷം രൂപ. എടി, നീ കേസ് കൊടുറി. നിന്റെ അടുത്ത് 2 ലക്ഷം രൂപ ഞാൻ ചോദിച്ചെങ്കിൽ നീ കേസ് കൊടു. നിന്നെ ഈ 2 ലക്ഷം രൂപയുടെ പേരിൽ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന്. ഇത്രയും അധികം വീഡിയോസിനായിട്ട് നിനക്കൊരു ഡീഫോമേറ്ററി കേസ് കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? പറ്റൂല. കാര്യം കൃത്യസഹിതം കണക്ക് വെച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് ഓരോ വിഷയവും. ഇവൾ ഉപദ്രവിച്ച കുട്ടികൾ വന്ന് വോയിസ് തന്നു, ഇവൾ അടിച്ച് പരിക്കേൽപ്പിച്ച പെൺകുട്ടി വന്ന് വോയിസ് തന്നു, ഇവൾ കാരണം 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മ എൻ്റെ ഇതിനകത്ത് ചങ്ങാതി കൂട്ടത്തിൻ്റെ അകത്തൊക്കെ വന്ന് പറഞ്ഞു. ആ നാട്ടുകാർ വന്ന് വോയിസ് തന്നു. എന്താടി എല്ലാവരും ചുമ്മാ പറയുന്നോ? എല്ലാവരും നിന്റെ അടുത്ത് 2 ലക്ഷം രൂപ ചോദിച്ചോ? ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കല്ലേ സ്ത്രീയെ? നീ എന്ന വിഷം നടത്തുന്ന ആ ഒരു സ്ഥാപനത്തിൽ എത്ര പെൺകുട്ടികൾ മരണപ്പെട്ടു? എത്ര അമ്മമാര് മരിച്ചു? എത്ര പേര് ആ തെളിവുകൾ കൊണ്ടുവന്ന് വെച്ച് നീ അതിനൊക്കെ വായ്ത്താളം പറയുന്നതിനാ നീ 2 ലക്ഷത്തിൽ കയറി പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനാണ്? 2 ലക്ഷം രൂപ ഞാൻ ചോദിച്ചാ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ? അങ്ങനെ ഒരു അക്ഷരമേ പറഞ്ഞിട്ടില്ല. അജിത എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവ് വാങ്ങിയ പണം, ആ പണം നിങ്ങൾ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നം വരും. നിങ്ങൾ ഏറിപ്പോകും. 3 മാസത്തോളം ഏറി കിടന്ന് ചാഞ്ചാടേണ്ടി വരും. കാര്യം അവരുടെ ഭർത്താവാണെങ്കിൽ പോലും അത് ഇപ്പൊ ഇവരുടെ ഭർത്താവല്ലേ, മുൻപ് അവരുടെ ഭർത്താവാണ്. പക്ഷെ അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കൂ എന്ന് ഫേവറാണ് ഈ തള്ളയോട് പറഞ്ഞത്. എടി, ഞാൻ പല്ലം പറഞ്ഞാൽ കൂടി പോകും. ചന്തയിലൊക്കെ കിടക്കുന്ന 2ാം കിട സ്ത്രീകൾക്ക് ഇതിൽ പരം വാല്യൂ ഒന്നും തരാൻ പറ്റത്തില്ല. നിനക്ക് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് കേസിന് പോകുന്നു? നീ കേസിന് പോടി.
ഞാൻ നിന്റെ നിന്ന് പണം വാങ്ങിച്ച് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി നിന്നെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ സിമ്പിൾ കേസ് പോലെ എനിക്ക് ജാമ്യം പോലും കിട്ടൂല. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്, അതല്ലേ മാന്യത? നിനക്ക് ഇത്രയും ഹോൾഡും പവറും കൊണ്ടിട്ട് നിനക്ക് എന്താ കേസ് കൊടുക്കാൻ പറ്റാത്തെ? നിന്റെ മോൻ 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ പണിയെടുത്ത് അതിൽ കൊച്ചുണ്ടാക്കിയത് നിന്റെ മോനല്ലേ? ഇത് ഞാൻ പറഞ്ഞിട്ടാണോ? നിന്റെ മോനെതിരെ പോക്സോ കേസ് വന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? നിന്റെ മോനെതിരെ കഞ്ചാവ് കേസ് വന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ? ആ പെണ്ണുമ്പിള്ള എന്തോ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അതിനകത്ത് മയക്കും കൊണ്ട് പോകണം. നിങ്ങൾക്കൊന്നും ബോധമില്ലെന്നേ ഞാൻ പറയുള്ളൂ. ഈ TV ചാനലുകാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് കണ്ടന്റിന് ഇത്രയും ദാരിദ്ര്യമോ? ആ സ്ത്രീയെ വെളുപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അവിടെ മരണപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കയറി ഇറങ്ങിയാണ് കെന്നഡി സാറ്. പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പേരെ അവരെ പിന്നെ കാശ് കൊടുത്തോ ഇനി വേറെ എന്തെങ്കിലും കൊടുത്തോ എന്ന് എനിക്കറിയത്തില്ല, ഒപ്പിച്ചെടുത്ത് അവരെ കൊണ്ട് അവരുടെ സ്ഥാപനത്തിലാക്കി ഇത്ര മാസത്തിനകം മരണപ്പെടുകയാണ്. അതിനകത്ത് മൃതദേഹക്കടത്ത്, അതായത് മൃതദേഹം വിറ്റ പൈസ കിട്ടും, അവയവം വിറ്റ പൈസ കിട്ടും. ഒരു അസുഖം ഇല്ലാത്ത ഒന്നുമില്ലാത്ത കുറച്ച് പ്രായാധിക്യമുള്ളവരെ കൊണ്ടുവരിക, തലക്കടിച്ച് കൊല്ലുക, ഇതാണ് അവരുടെ പരിപാടി. ഇവർ മരിച്ചുപോയ ആളുകൾക്ക് പോസ്റ്റ്മോർട്ടം ഇല്ല. അവിടെ നടക്കുന്ന മുഴുക്ക ഇമ്മോറൽ ഇല്ലീഗൽ വർക്ക്സ് ആണ്. അത് ഓരോരോ ഇതുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഷെഫീന ബീവിയെ പറഞ്ഞ് നീ അങ്ങ് കയറാന്ന് വെച്ചാ പെണ്ണുമ്പിളെ ഞാൻ വല്ലതും വിളിച്ചു പറയും, മനസ്സിലായില്ലേടി? കാട്ടിനകത്ത് കൊണ്ടുപോയി അവള് എന്തെന്നാ ഒരുമാതിരി ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു സ്ഥാപനം നടത്തുന്നു. അതാണ് ആ സ്ഥാപനം നടത്തുന്ന ലക്ഷണം. അവിടെ ചുറ്റുവട്ടത്തുള്ള ഒരു മനുഷ്യർക്ക് ഭാഗമില്ല. ഇവള് മുമ്പ് നടത്തിയിരുന്ന ഇതേ സ്ഥാപനം മുമ്പ് ഒരു കെട്ടിടത്തിൽ നടത്തിയിരുന്നു. ആ കെട്ടിട ഉടമ വന്ന് പറയുന്ന അവിടെ ബലാത്സംഗം അവർ കണ്ണിന് നേരെ കണ്ടെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞാണോ? ഇതൊക്കെ എന്റെ ഇതിനകത്തുണ്ടായിരുന്നോ? എൻ്റെ അടുത്ത് അജിത കുമാരി എന്നൊരു സ്ത്രീ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ റെക്കോർഡുണ്ട്. അവളുടെ അടുത്ത് റെക്കോർഡ് പുറത്തു വിടാൻ പറയുക. അല്ലാത്ത പക്ഷം ഇത്തരം വൾഗാരിറ്റി അനാവശ്യമായി യൂട്യൂബേഴ്സിനെതിരെ പറയാതിരിക്കുക. ഞാൻ കൊടുത്ത വീഡിയോസ്, അതിനകത്ത് കൊടുത്ത ഓരോ വോയിസുകളും കൃത്യമായ തെളിവുകളാണ്. കൃത്യമായ ആളുകൾ എന്നോട് വന്ന് സംവദിച്ച കാര്യങ്ങളാണ്. ഒരു 100 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കുറേയൊക്കെ ഞാൻ വിടുകയും ചെയ്തു. ആ കുഞ്ഞുങ്ങൾ പട്ടിണിയാണെന്നും ആ കുട്ടികൾ സ്കൂളിൽ പോയ സമയത്ത് പരാതി പറഞ്ഞു എന്നും ഞാൻ പബ്ലിഷ് ചെയ്തതിന് പിറ്റേന്നാണ് CWC റെയ്ഡ് ഉണ്ടായത്. അതിനകത്ത് അവർക്ക് മനസ്സിലായി അവിടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നില്ല എന്ന്. അതിലൊരു കുട്ടി പരാതിപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കോംപ്രമൈസ് ആയത് അത് അവളുടെ മിടുക്ക് തന്നെ. അത് ഞാൻ പറയല, വജൈന പവറിന് അങ്ങനെയൊക്കെ ഒരു മിടുക്കുണ്ടാവും. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ പരാതിയൊക്കെ എവിടുന്ന് വന്ന്? ഞാൻ വന്നാ? എനിക്കെന്ത് കാര്യം? എനിക്കെന്ത് ലിങ്ക്? ഇവളിനി 2 ലക്ഷം രൂപ തന്നില്ല എന്ന് വയ്ക്കുക, പോട്ടെ. ഇനി ഞാൻ ചോദിച്ചു അവള് തന്നില്ല എന്ന് വയ്ക്കുക, അപ്പോഴും ഞാനിത് ചെയ്യുമ്പോൾ എനിക്കെന്താ പ്രയോജനം? എന്ത് കിട്ടുമെന്നാണ്? ഇതൊക്കെ ചുമ്മാ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വൃത്തികെട്ട ജന്തു ഇരുന്നുകൊണ്ട് ഓരോന്ന് പറയുന്നതാണ്. എങ്ങും തൊടാതെ മാപ്പിളയെ കൊന്നെന്ന് കഥ പറയുന്നുണ്ട്. ആൾക്കാർ പറയുന്ന കഥയാണ്. എന്ത് ഇവക്ക് കേസ് കൊടുക്കാൻ പറ്റാത്ത? എന്ത് ആർക്കെതിരെ ഇവക്ക് പെറ്റീഷൻ കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇവൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല, പെറ്റീഷൻ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അതിനകത്ത് വാസ്തവം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അഡ്രസ്സ് ഉണ്ടാകാതിരിക്കണം. നമുക്കൊക്കെ അഡ്രസ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു 100 വട്ടം അഡ്രസ്സ് പറഞ്ഞിട്ട് ഇരിക്കുന്നവരാണ്. അഡ്രസ്സ് ഇല്ലാത്തവരല്ല. പിന്നെ എന്താണ്? അവർ ചെയ്ത ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് റെസ്പോൺസിബിലിറ്റി വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി എവിഡൻസ് വെച്ച് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം എവിഡൻസിലാണ് ഞാൻ മിണ്ടിയിട്ടില്ല. എവിഡൻസോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൾ ഉപദ്രവിച്ച കുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇവൾ തല്ലിയ കുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇവൾ കാരണം മക്കൾ നഷ്ടപ്പെട്ട കുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ആ നാട്ടിലുള്ള മനുഷ്യർ ഒന്നടങ്കം മുന്നോട്ട് വന്ന് പറഞ്ഞു ഇതൊരു വലിയ ശല്യമാണെന്ന്. അതിൻ്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകാരൻ അവർ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് സോഡയും കപ്പലണ്ടിയും വാങ്ങിക്കൊണ്ട് പോകുന്ന കാര്യം വിറ്റ്നസ് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഈ വിവരങ്ങളൊക്കെ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഈ 2 ലക്ഷം രൂപ തരാത്തത് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അവിടെ പൈസ കൊണ്ട് കൊടുക്കുന്നവർ ഓർത്തുകൊള്ളൂ. ഈ വിഷജന്തുവിന് ജോലി ചെയ്യാൻ പറ്റാണ്ട് അവക്കോ അവളെ മോന് ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് അവൾ ആ സ്ഥാപനം നടത്തുന്നത്. അതിൻ്റെ അധികൃതർ ആരൊക്കെയാണെന്ന്? ഇവളെ മോന്, ഇവളെ മോള്, ഇവളെ മരുമോന്. കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതില്ലാത്തവർ പിന്നെയും പോയി അവളെ വായ്ത്താളം കേൾക്കും. ഞാൻ ഇത് പല പ്രാവശ്യമായിട്ട് പറയണമെന്ന് വെച്ചിട്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാഴയെ കാണിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. കുഞ്ഞുങ്ങൾ സേഫ് കസ്റ്റഡിയിലേക്ക് പോയി. എൻ്റെ ആവശ്യം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളെ കാണാൻ സാധിക്കാതെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ അമ്മയ്ക്ക് ഞാൻ കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. CWCയുമായി സംസാരിച്ച് ഇടപെട്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയും മക്കളും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, വേണ്ടെങ്കിൽ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം. അതൊക്കെ അവർ തമ്മിലുള്ള വിഷയം. കാണിച്ചു കൊടുക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ വളരെ നന്നായിട്ട് ചെയ്തു. അതൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്ത കാര്യമാണ്. പിന്നെ
18 വയസ്സ് പോലും ആകാത്ത പെണ്ണ് പാതിരാത്രി അപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് ഇവള് രാത്രി ഇറങ്ങി പോയതിന് വിറ്റ്നസ് ആയവർ പറഞ്ഞിട്ടുണ്ട്. അടൂർ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പരാതിയുടെ പകർപ്പുണ്ട്. ഇതൊന്നും പോരാതെ ഈ പെണ്ണ് പിന്നെ ഇവിടെ വാഗമണ്ണിൽ പോയി ഒരു വീട്ടിൽ താമസിച്ചതിന് ആ പെണ്ണ് വിളിച്ച് സംസാരിച്ചതിന്റെ വോയിസുകൾ കിടക്കുകയാണ്. ഇതൊക്കെ തെളിവുകളല്ലേ? അപ്പൊ ഇതൊക്കെ കള്ളമാണെന്നാണ് അവള് പറഞ്ഞു വരുന്നത്. ഇത്രയും മനുഷ്യർ കള്ളം പറയുന്ന 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവളെ ഡീഗ്രേഡ് ചെയ്യുന്നത്. വല്ലവനെ ഊമ്പി ജീവിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ മാത്രമാണത്. വല്ലവനെ ഊമ്പിയാണ് ജീവിക്കുന്നത്. അവൾക്ക് എന്താ ജോലി? അവളെ ക്വാളിഫിക്കേഷൻ എന്താ? എന്ത് പണിയാണ് അവൾ ചെയ്യുന്നത്? അവൾക്ക് എന്തെങ്കിലും കൃഷിഭൂമിയുണ്ടോ? വരുമാനമുണ്ടോ? എന്താണ് അവളുടെ വരുമാന സ്രോതസ്? കുറെ ആണുങ്ങളാ ഇതേപോലെ കൈ പിടിച്ചു വെച്ചിട്ടുണ്ട്. ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവളുടെ പറ്റുപിടിക്കാരായിട്ട് അവിടെ ഉള്ളിടത്തോളം അവള് ഇതിലപ്പുറവും കമിഴ്ത്തും. പക്ഷെ അതിന് ഷെഫീനായെ കൂട്ടുപിടിക്കേണ്ട. നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്ക്. അല്ലാതെ ഷെഫീനായി അതിനകത്ത് നീ കൊണ്ടൊന്നും വെക്കണ്ട. 2 ലക്ഷം രൂപയുടെ കഥയുടെ ക്ലിയറൻസ് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അജിതകുമാരി ഇപ്പോഴും ലൈനിലുണ്ട്. നമ്പർ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ കാര്യം അറിയാതെ എടുക്കാതിരിക്കുക. പിന്നെ ഞാൻ ഡിഫോമേഷൻ കേസ് കൊടുക്കും. അതിനകത്ത് തർക്കമില്ല. കാരണം ഇത് അനാവശ്യമായ പ്രചരണമാണ്. ആവശ്യമില്ലാത്ത പ്രചരണം എനിക്ക് നേരെ വന്നാൽ നടക്കുന്ന കേസല്ല. അവളുടെ മോൻ 18 വയസ്സാകുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ കയറി പ്രോഗ്രാം ചെയ്ത് കൊച്ചുണ്ടാക്കി കൊടുത്തത് പബ്ലിക്കിലാണ് വന്നത്. ആ പബ്ലിക്കാണ് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും രഹസ്യമായ സംഗതിയല്ല. പിന്നെ അവൾ കല്യാണം കഴിച്ചിരിക്കുന്നവനിക്ക് മുൻ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആ ബന്ധങ്ങൾ തീർത്ത് അതിനകത്ത് പൈസ എല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ട ബോധ്യം ഇവക്കില്ലേ? അത്ര ബോധമില്ലേ ഇവക്ക്? ആ പെണ്ണുമ്പിള്ളായി വിവാഹമോ ഡൈവോഴ്സോ ഒന്നും ചെയ്യാതെ ഇവൻ വന്നപ്പോൾ ഉടനെ മാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ഇവള് പറയണം. അത് അവള് സംസാരിക്കുന്നുണ്ടല്ലോ. അതെന്റെ ഭർത്താവ് വാങ്ങിച്ച കേസാണ്. ഞാൻ ആ വോയിസ് കേൾപ്പിക്കണോ? അത് ഞാൻ അടുത്ത ഇതിനകത്ത് കേൾപ്പിക്കാൻ ഞാൻ എടുക്കണം. റെക്കോർഡിൽ ഇരിക്കുന്നത് ഞാൻ എടുത്ത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അത് കേൾപ്പിക്കാം. അതിനകത്ത് എവിടെയാണ് ഞാൻ പൈസ ചോദിച്ചത്? നിങ്ങൾ ആ പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, നിങ്ങൾ ഏറിപ്പോകും. ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ആ ഏറിപ്പോകും എന്ന് പറഞ്ഞത് മാത്രം എടുത്തു വെച്ചുകൊണ്ട് പറയാം. നാണയില്ലേ പെണ്ണുമ്പിളെ? നിനക്ക് നാണയില്ലടി? നാണയില്ലടി? ഇടി കൂലിപ്പണിക്ക് പോടി നാറി. ഇതിനെക്കാട്ടി അന്തസ് അതിനുണ്ട്. നാട്ടുകാരെ പൈസ ഊമ്പിച്ച് തിന്നാൻ നിനക്ക് നാണയില്ലേ? ഇത്രയും നാണം കെട്ടൊരു സ്ത്രീ. അവള് എന്താ വൃത്തസാധനം നടത്തുന്നു. അവള് പിന്നെ കൊച്ചുങ്ങളെ നോക്കുന്നു. അങ്ങനെ മര്യാദ മാനേഴ്സും ഉള്ളവളാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഒരു പരാതി പറയുമോ? കുട്ടികൾക്ക് ആഹാരം കൊടുത്തില്ല എന്നല്ല പരാതി. അവരുടെ മർമ്മത്തേക്ക് പൊളവുപൊടി ഇടലാണ് പരിപാടി. ഒരു കൊച്ചിനെ മുറിക്കകത്ത് കേട്ടിയിട്ട് അടിച്ചതിന് അവന്റെ അമ്മ വിറ്റ്നസ് ആണ്. ഇവരെന്താ പരാതിക്ക് പോകാത്ത കേസ്? ഇവള് കൊണ്ട് കൊടുക്കുന്ന ഏതെങ്കിലും കേസ് ഏതോ ഒരു പെണ്ണ് അവിടെ ഇരുന്നോണ്ട് അലയ്ക്കുന്നില്ലേ? ആ പെണ്ണ് പറയുന്നില്ലേ അവക്ക് എന്തെല്ലാം ഏർപ്പെട്ടെന്ന് അവള് പറയുന്നില്ലേ? എന്തിനാണ് നമ്മുടെ തലയിൽ കയറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. 10 പേര് പറഞ്ഞാൽ നിങ്ങളും കൂടെ പറയും. അതാണാ ഞാൻ തെളിവ് വെച്ചാ പറഞ്ഞേ. തെളിവില്ലാത്ത കാര്യങ്ങൾ പലയ്ക്കുന്നതിന് യോജിക്കാൻ പറ്റത്തില്ല. ഇത് കുറേ ദിവസമായി നമുക്കെതിരെ ഇങ്ങനെ ടാർഗറ്റഡ് ആയിട്ടൊരു പ്ലേ നടക്കുന്നുണ്ട്. നമ്മളെന്തോ തട്ടിപ്പുകാരി അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് പറ്റിച്ചു. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും തെളിവുകൾ വെക്കണം. തെളിവുകൾ സംസാരിക്കും. ഈ ഒരു തെളിവുമില്ലാതെ അങ്ങ് എയറിലേക്ക് ഇങ്ങനെ ഒരു കാര്യം അങ്ങ് പറഞ്ഞ് അങ്ങ് എങ്ങനെയും കൊണ്ടങ്ങ് ആക്കുകയാണ്. ഉദയഗിരി ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്. നിന്റെ കയ്യിൽ റെക്കോർഡുണ്ട്, നീ ഇട്. നീ ആ റെക്കോർഡ് ഇട്. ഞാൻ നിന്റെ അടുത്ത് പണം ചോദിച്ച റെക്കോർഡ് നീ അത് ഇട്ടിട്ട് വേണം സംസാരിക്കാൻ. ഒരു പൈസ ഞാൻ ഈ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അജിതകുമാരിക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങളുടെ ഭർത്താവ് സെറ്റിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പം അത് എൻ്റെ പ്രശ്നമല്ല, അത് എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ. ഇപ്പോഴും അവൾ അത് അതിൽ പറയുന്നത്. പക്ഷെ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് യൂട്യൂബേഴ്സ് പൈസ ചോദിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവർ ഏറിപ്പോയെന്നാണ് പറയുന്നത്. എങ്കിൽ CWC എന്താ യൂട്യൂബേഴ്സ് പറഞ്ഞോണ്ടേ കേട്ടത്? CWC അവിടെ പോയപ്പോഴത്തേക്ക് എങ്ങനെ അവർക്ക് മനസ്സിലായി അവിടെ കുട്ടികൾ പട്ടിണിയിലാണ്, അവരെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്? എങ്ങനെ അവൾക്കെതിരെ പോക്സോ കേസ് ഉണ്ടായി? എങ്ങനെ അവളുടെ മരുമോള് 18 വയസ്സ് തികയുന്നതിന് പെറ്റ്? ഇതൊക്കെ ഷെഫീനായ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പറഞ്ഞതാണോ? കൂടെ നിന്ന് ഒരു അപരാധി തള്ള മാത്രമാണ് കൂടെ നിന്നത്. ബാക്കി ഈ എല്ലാ യൂട്യൂബേഴ്സും അവർക്ക് എഗൻസ്റ്റ് ആയിട്ടല്ലേ സംസാരിച്ചത്? എന്തുകൊണ്ട് സംസാരിച്ച്? എല്ലാവരെയും എവിഡൻസ് ഉള്ളത് കൊണ്ടല്ലേ സംസാരിച്ചത്? ചിറ്റയും കോപന്മാരും വായി തുറന്നോ? ഞാനും ഈ സ്ത്രീ തമ്മിൽ യാതൊരു ഇതും ഇല്ലാന്ന് പറഞ്ഞോ? ഇല്ല. ഒരു ജനപ്രതിനിധിയായ അയാൾ പോലും അണ്ണാക്കി പിരിവെട്ടിയിരുന്നു. അപ്പൊ അത്തരത്തിൽ മോശപ്പെട്ട് നടക്കുന്ന ഒരു സ്ത്രീക്ക് എന്റെ പേര് പറയുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തള്ളെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. അത്രേ ഉള്ളൂ. നീ ഇപ്പം നടത്തുന്ന ഈ കുറ്റിയും കൂടെ ഞാൻ പൊട്ടിച്ച് കയ്യിലങ്ങ് തരും. അത് എനിക്ക് അറിയാനിട്ടല്ല. അവിടെ വന്ന് ആ അമ്മമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം മരിക്കാതിരിക്കുന്നവർക്ക് ഇനി എന്ത് കടന്നാ എന്ത്. അത് മാത്രമല്ല ഇപ്പൊ കുറച്ച് സ്നേഹം കാണിക്കുന്നുമുണ്ട്. കാരണം ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടാൽ അടി കിട്ടുമെന്ന് മനസ്സിലായത് കൊണ്ട് ഇത്തിരി സ്നേഹം കൂടുതൽ അമ്മമാരുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്നുമല്ല, 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ കോടതിയിൽ കിടക്കുകയാണ് ഈ കേസ്. നിങ്ങൾ ഒരു വിഷയം എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പുറവും ഇപ്പുറവും കേൾക്കുക, 2 വശവും കേൾക്കുക. നമുക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് വേണം ചെയ്യാൻ. കുറേ അലവലാതി യൂട്യൂബേഴ്സ് ഉണ്ട്. ഇതുപോലെ കുറേ സാധനങ്ങൾ അങ്ങോട്ട് കിട്ടും, അങ്ങ് എടുത്തു വെച്ച് അങ്ങ് അർമാദിക്കുന്ന കാണാം.
അപ്പുറം ഇപ്പുറം അന്വേഷിച്ച് 2 ഭാഗവും കേൾക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, സമ്മതിച്ചു. ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ മുഴുക്ക അവിടെ നടത്തിയത് ഇമ്മോറലായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് പാലിക്കേണ്ട മിനിമം മാനദണ്ഡങ്ങൾ യാതൊന്നും പാലിക്കാതെ അവിടെയുള്ള കുഞ്ഞുങ്ങളെ പട്ടിണി കിട്ടൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ പട്ടിണിക്കിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കണം. ഒരു ജോലിയുമില്ലാത്ത അമ്മയും മകനും വീട് വയ്ക്കുന്നു, കാറെടുക്കുന്നു, ചുറ്റാൻ പോകുന്നു, ഒക്കെ നിങ്ങൾ പാവങ്ങൾക്കായി കൊടുക്കുന്ന പണം കൊണ്ടാണ്. അവൾ അത് സ്ഥാപനം നടത്തുന്നത് വളരെ മാനസിക പരിഗണനയിലാണെങ്കിൽ കിട്ടുന്ന പൈസ കൊണ്ട് അവിടെ നല്ല പോലെ നടത്തിക്കൊണ്ട് പോകുന്നതിന് പകരം ആ പൈസയും കൊണ്ട് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ചുറ്റിയോട്ടം, മകന് ജോലിയില്ല, മരുമകൾക്ക് ജോലിയില്ല, മകൾക്ക് ജോലിയില്ല, മരുമോന് ജോലിയില്ല, അവൾക്ക് ജോലിയില്ല, ഇപ്പൊ കെട്ടി എഴുന്നള്ളി കൊണ്ടുവന്നവനിക്ക് ജോലിയില്ല, പലിശയ്ക്ക് കൊടുക്കുന്നവനാ, പലിശക്കാരനാ. അപ്പൊ ഏകദേശം പിക്ചർ പിടിയിട്ടില്ലേ? ഇതിന്റെ മുകളിൽ നിങ്ങൾ പൈസ കൊടുക്കാൻ തയ്യാറാകണമെങ്കിൽ കൊടുത്തോ. എനിക്കിതിന്റെ പിറകെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഷെഫീനെ ഇപ്പൊ അങ്ങ് തളച്ചിട്ട ഉടനെ നീ അങ്ങ് കയറി വരാന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം കയറി ചെയ്യും. അത്രേ ഉള്ളൂ. എന്റെ കയ്യിലുള്ള എവിഡൻസ് ഞാൻ വീണ്ടും റീലോഡ് ചെയ്യും. ഞാൻ വേണ്ട വിട്ട് കളഞ്ഞ് അങ്ങ് മിണ്ടാതിരിക്കുമ്പോൾ തലയിൽ കയറാൻ വരരുത്. ഇവർ പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ ഞാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തതിന് എനിക്കെതിരെ അവർ കേസിനാണ് പോകേണ്ടത്. അവർ കേസിന് പോകുന്നില്ല. അവരെ കൊണ്ട് പറ്റൂല. അങ്ങനെ ഒരു സാധനം അതിനകത്തില്ല. അജിതകുമാരിയുടെ പണം കൊടുക്കാനാ പറഞ്ഞ. അജിതകുമാരി എന്ന് പറയുന്ന സ്ത്രീക്ക് ഇവളുടെ ഇപ്പോഴത്തെ വെപ്പാട്ടൻ കൊടുക്കാനുള്ള പണമാണ് പറഞ്ഞത്. ആ പൈസ കൊടുക്കണം. ആ സ്ത്രീയുടെ ഭർത്താവായി അവളോടൊപ്പം ജീവിച്ച മനുഷ്യനെ അടിച്ചു മാറ്റി സ്വന്തം ഭർത്താവായി കൊണ്ടുവരുമ്പോൾ അവക്ക് കുറ്റേണ്ട പൈസ കോമ്പൻസേഷൻ കൊടുക്കണം. ഇത് കോമ്പൻസേഷനും ഇല്ല, അവളെ നിന്ന് അടിച്ചു മാറ്റിയ പൈസയാ ചോദിക്കുന്നത്. മര്യാദയ്ക്ക് ആ പണം കൊടുക്കാനുള്ള വഴി ആലോചിക്കുന്ന ആറി, അല്ലാതെ ഷെഫീനയുടെ തലയിൽ കയറാതെ. അവള് എന്തിരിച്ച് ഇരുന്നുണ്ട് എൻ്റെ എവിഡൻസ് നീ കാണീരടി, എവിഡൻസ് നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ നീ ആ എവിഡൻസ് ഇട്, ഞാൻ കാണട്ടെ. ഞാൻ നിന്റെ അടുത്ത് പണം ചോദിക്കുന്ന എവിഡൻസ് ഇങ്ങോട്ട് ഇട്, കാണട്ടെ. നീ എന്താടി ഇങ്ങനെ എടുത്ത് പ്രസംഗിക്കുക മാത്രം? നീ വോയിസും കൂടെ ഇട്ട് കൊടുക്കുക അവർക്ക്, അപ്പൊ അവർ കേക്കട്ടെ. അല്ലെ ഒളിഞ്ഞും തെളിഞ്ഞും മളിഞ്ഞും നീ നിന്നെ വെളുപ്പിക്കാനായിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് നടക്കണ കേസല്ല. അജിതകുമാരിയുടെ പണം എത്രയും പെട്ടെന്ന് കൊടുക്കുക, മര്യാദയ്ക്ക് കൊടുക്കുക. ജലജകുമാരി എന്ന് പറഞ്ഞാൽ അവർ വന്ന് നോക്കി, എത്രയോ മനുഷ്യർ വന്ന് നോക്കി, എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് നീ എന്ന ഫ്രോഡ് ആ നടത്തുന്ന മുഴുക്ക ഫ്രോഡുവലന്റ് ആണെന്ന്. അത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ അതിന്റെ പുറത്തും കൂടെ കയറിയിരുന്നോണ്ട് എന്തോന്ന് വർത്തമാനാണ് പറയുന്നത്? ഒരു അലവലാതിക്ക് മോഹം കൊടുക്കുക. അവളങ്ങോട്ട് മേക്കപ്പ് ഇട്ട് കയറി ഇരിക്കും, ഇവരെല്ലാം കൂടെ ക്യാമറയും കൊണ്ടങ്ങ് ചെല്ലും. ഇത് ആര്? പിന്നെ ഇവളല്ലേ ഇവിടുത്തെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും അങ്ങ് സഹായിച്ചു തരുന്ന മിടുക്കത്തി. കുറെ കാണിക്കുന്നീ. എത്രയായാലും അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം അനുഭവിക്കാതെ പോകത്തില്ല. നിന്നെ പ്രതി ഒരു പെൺകുട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ പ്രതി 2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, മരിച്ചിട്ടുണ്ടെങ്കിൽ, നീ കാരണം വെള്ളം കിട്ടാതെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി നീ കൊടുത്തേ മതിയാവുള്ളൂ. നീ അത് കൊടുക്കും. നിന്നെ വെറുതെ വിടത്തില്ല കർമ്മ എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇത് എനിക്ക് 2-3 പേര് കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടു. ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. കാരണം ഇപ്പൊ കുറെ പേരെ ഇവളെ അറേഞ്ച് ചെയ്തിട്ട് എനിക്കെതിരെ സൈബർ ആക്രമണം അങ്ങ് ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ് ഈ സ്ത്രീ. അങ്ങനെയൊന്നും തകർന്നു പോകുന്ന ആളോ പിന്നെ തളർന്നിരിക്കുന്ന വ്യക്തിയോ അല്ല ഷെഫീന. ഷെഫീനയുടെ കയ്യിൽ എവിഡൻസ് ഇല്ലാതെ ഒരു വീഡിയോ ഷെഫീന ഇറക്കത്തില്ല. ഒരു വീഡിയോ എവിഡൻസ് ഇല്ലാത്തത് ഇറക്കത്തില്ല. സച്ചിൻ കേസ് എന്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പണായി വന്ന് പറയുന്ന സ്ത്രീമാണ്. നീ കുറച്ചുകൂടെ മൂത്തിട്ട് വാടി നാറി. അങ്ങ് അവളെ എവിഡൻസ് ഉണ്ട്. ആടി അവൻ വന്ന് നിന്നെ കയറിയതിന്റെ എവിഡൻസ് ഉണ്ട്. അല്ലാതെ വേറൊരു എവിഡൻസ് നിന്റെ ഉണ്ടാവാൻ സാധ്യത കുറവാ. മര്യാദയ്ക്ക് ആ കുടുമിയിലെടുത്ത് ആ പാവപ്പെട്ടുള്ള പൈസ കൊടുക്കാൻ പറ. വല്ല പെണ്ണുങ്ങളെയും പറ്റിച്ചും ചതിച്ചും ഉണ്ടാക്കിയ പണവും കൊണ്ട് നിന്റെ അടുത്ത് വന്നാ കവച്ചു കൊടുക്കുന്നതിന് പകരം ആ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് ഒരു മറുപടി പറയാം. ഒരു നന്മ മരം വന്നേക്കുന്നവള്, അവളൊരു നന്മ മരം.